കോഴിക്കോട് 6 വയസ്സുകാരി അതിഥിയുടെ കൊലപാതകത്തിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ. 2 ലക്ഷം വീതം പ്രതികൾ പിഴയടയ്ക്കണം. ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013-ലാണ് കുട്ടിയെ പ്രതികൾ പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കൊലപ്പെടുത്തിയത്. വിധിയിൽ സന്തോഷമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. 2013-ലാണ് അതിഥി എന്ന 6 വയസ്സുകാരി അതിക്രൂര മർദ്ദനത്തെ തുടർന്ന് മരിക്കുന്നത്. പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും രണ്ടാനമ്മ റംല ബീഗവും നിരന്തരം മർദ്ദിക്കുകയും മതിയായ ഭക്ഷണം നൽകാതെ കുട്ടികളെ പട്ടിണിക്കിടുകയും പതിവായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ശരീരത്തിൽ 19 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. 10 വയസ്സുകാരനായ സഹോദരൻ മർദ്ദനം സംബന്ധിച്ച് പോലീസിന് നൽകിയ മൊഴിയും നിർണായകമായി. എന്നാൽ കൊലക്കുറ്റത്തിൽ നിന്ന് കോഴിക്കോട്ടെ വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടു. ഇതിനെതിരെയാണ് സർക്കാർ അപ്പീൽ പോയത്. അപൂർവങ്ങളിൽ അപൂർവമാണ് കുറ്റകൃത്യമെന്നും വധശിക്ഷ വേണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എങ്കിലും ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചത്. കഷ്ടി 6 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഈ ക്രൂരപീഡനം സ്വന്തം അച്ഛൻ്റെയും സ്റ്റെപ്പ് മദറുടെ അടുത്തുനിന്നും ഏൽക്കേണ്ടി വന്നത്. താഴത്തെ വിധി വെറുതെ വിട്ട വിധി 302-ൽ വെറുതെ വിട്ട വിധിക്കെതിരെ സ്റ്റേറ്റ് ഫയൽ ചെയ്ത അപ്പീലിനകത്ത് അത് ഓവർടേൺ ചെയ്ത് ഇപ്പോൾ കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് 2 പേർക്കും കൊടുത്തു. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. സൈബർ സെൽ സഹായത്തോടെ ഇരുവരെയും ഇന്നലെ നടക്കാവ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. മീഡിയ 1 കൊച്ചി.